അവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മ വ്യക്തിപരമായി എന്നോട് സംസാരിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്തത്. ആ നിലം പതിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ തോന്നി, ഞാൻ പോയ വഴികൾ, ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം മോശമായിരുന്നത്. ശക്തമായ ആരാധനയുടെ മധ്യേ അനേകര് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈശോയെ നോക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ വലിയൊരു പ്രകാശം കാണുകയാണ്. തീർച്ചയായും ഈ ശുശ്രൂഷ നിങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു ഭാരം, ഒരു പ്രലോഭനം, ഒരു വിഷാദം, ഒരു തളർച്ച, ഒരു ദുശ്ശീലം ഉണ്ടെങ്കിൽ ഈ വചനം നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ മീഡിയയിലുള്ള ശുശ്രൂഷകളും സാക്ഷ്യവും എത്രമാത്രം മനുഷ്യരെ സ്വാധീനം ചെയ്യുമെന്ന് ഉള്ള ഒരു കൊച്ചു സംഭവം പറയാം. ഒരിക്കലും ഞങ്ങൾ കേരളത്തിന് പുറത്ത് ഒരു മിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയായിരുന്നു. ആ ശുശ്രൂഷയുടെ മധ്യയിൽ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ആ മകൻ്റെ ഉള്ളിലുള്ള ഒരു ദുരാത്മാവ് പുറത്തു വരികയും ആ മകൻ അസ്വസ്ഥനാകുകയും ചെയ്തു. ആ മകന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവവചനം കൊണ്ട് വിലക്കി പ്രാർത്ഥിച്ചു. കുറേ സമയം പ്രാർത്ഥിച്ചിട്ടും ഈ മകൻ വിടുതൽ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഈശോയെ എന്ത് ചെയ്യണം, കൂടുതൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കത്തോലിക്ക സഭയിലെ തന്നെ ഒരു ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്യുന്ന പുരോഹിതൻ്റെ ഒരു പ്രസംഗം, ഒരു വർഷിപ്പ്, ഒരു ഡെലിവറൻസ് പ്രെയർ ആ മകനെ കേൾപ്പിക്കുവാനായിട്ട് പറഞ്ഞു. മൊബൈൽ എടുത്ത് ആ പുരോഹിതൻ്റെ ഡെലിവറൻസ് പ്രെയർ, ഭാഷ അറിയത്തില്ല, മലയാളമാണ്, ആ മകൻ്റെ കാതിൽ വെച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കുകയും എന്നോ ഒരച്ഛൻ ആർക്കോ വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നാളുകൾ കഴിഞ്ഞ് കേരളത്തിന് പുറത്തുള്ള ഒരു മകനെ കേൾപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ മകന് സമ്പൂർണമായ മോചനം കൊടുത്തു. സാക്ഷ്യങ്ങൾ നമ്മൾ എവിടെ ഇരുന്ന് എന്നെടുത്താലും എങ്ങനെ എടുത്താലും കർത്താവ് കേൾക്കും, കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് തൊടും. എൻ്റെ സാക്ഷ്യം നിങ്ങളെ തൊടാനിടയാകട്ടെ. എൻ്റെ സാക്ഷ്യവും പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസത്തെ ഒരു പടി ഉയർത്താൻ കഴിയുമെങ്കിൽ, പരിശുദ്ധാത്മാവ് അത് ചെയ്യുമെങ്കിൽ, തീർച്ചയായും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് യേശു തന്ന ഒരു കൊച്ചനുഭവം എളിമയോടെ നിങ്ങളോട് പങ്കുവയ്ക്കുക. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലത്താണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ലായിരുന്നു. എൻ്റെ ബാല്യകാലം മുതലേ ഒരുപാട് നൊമ്പരങ്ങളായിരുന്നു. നൊമ്പരത്തിൻ്റെ കാരണം എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ വലിയ പഠിക്കാനുള്ള കഴിവോ ബുദ്ധിയോ അറിവോ ഒന്നുമില്ലായിരുന്നു. പ്രായോഗിക ബുദ്ധി എനിക്ക് വളരെ കുറവായിരുന്നു. എൻ്റെ പഠനം തന്നെയും 8ാം ക്ലാസ് വെച്ച് നിർത്തേണ്ടി വന്ന ഒരു നിർഭാഗ്യവാനാണ് ഞാൻ. എനിക്ക് 8ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും സാധിച്ചില്ല. അങ്ങനെ പഠനത്തിലൊക്കെ തോറ്റ്, നമുക്കറിയാമല്ലോ, ഈ തോറ്റു പോകുന്നവരെ എല്ലാവരും അകറ്റി നിർത്തും. സ്വാഭാവികമായും എൻ്റെ ജീവിതത്തിലും പലരും എന്നെ അകറ്റി നിർത്താൻ തുടങ്ങി. അതിൻ്റെ ദുഃഖവും അപകർഷതയും എന്നെ ഞാൻ അല്ലാതാക്കി മാറ്റി. അങ്ങനെ സമൂഹത്തിലെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ മറ്റൊരാളാകാൻ ശ്രമിക്കുകയാണ്. ചില സിനിമാ നടന്മാരുടെ, പ്രത്യേകിച്ച് ജയനെ പോലെയുള്ളവരുടെ വേഷമൊക്കെ കെട്ടി സമൂഹത്തിലൊരു കോമാളിയെപ്പോലെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ദേവാലയത്തിനകത്ത് പോലും ശ്രമിച്ച ഒരാളാണ്. പക്ഷേ അവിടെയെല്ലാം തോറ്റുപോയി. അതെല്ലാം ഒരു പരിഹാസമായി തീർന്നു. എന്നെ മറ്റുള്ളവരെന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പലപ്പോഴും തോന്നിപ്പോയി. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് തോന്നിപ്പോയി. എൻ്റെ ജീവിതം പാഴാണെന്ന് ഞാൻ സ്വയം കരുതി. അങ്ങനെ ഈശോ ആരാണെന്നോ, ഈശോയുടെ ശക്തി എന്താണെന്നോ, ഈശോയുടെ നാമം എന്താണെന്നോ ഒന്നും
അറിയാതെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയിൽ ഈശോയ്ക്ക് എന്നെ ആവശ്യമുള്ളത് കൊണ്ട്, ഈശോയുടെ സ്നേഹം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും ഞാനത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈശോ എൻ്റെ കൂടെ ഉണ്ട്. ഈശോയുടെ വചനം കേൾക്കാൻ 2000 ഡിവൈൻലി ഒരു വചനം കേൾക്കാനായിട്ട് പോവുകയാണ്. എന്നോടൊപ്പം ഒരു 40ഓളം ചെറുപ്പക്കാരുണ്ട്. ഒരു 1500 പരം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ധ്യാനം. ആ ധ്യാനത്തിൽ എല്ലാവരെയും പോലെയൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ധ്യാനാവസരങ്ങളിൽ ഞാൻ പലപ്പോഴും അവിടെ കളിക്കുകയും തമാശ പറയുകയും കൈകെട്ടി നിൽക്കുകയും സ്തുതിക്കുന്നവരെ പരിഹസിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഞാൻ എൻ്റെതായ ലോകത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ധ്യാനത്തിൻ്റെ 4ാം ദിവസം ആരാധനയിൽ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. ആ ആരാധനയിലുണ്ടായ അനുഭവം 25 വർഷമായിട്ടും ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ സാക്ഷ്യം. അന്ന് ഒരു 5 മണിക്ക് തുടങ്ങുന്ന ആരാധന 10 മണി വരെ നീണ്ടു നിൽക്കുന്നു. ശക്തമായ ആരാധനയുടെ മധ്യേ അനേകര് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈശോയെ നോക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ വലിയൊരു പ്രകാശം കാണുകയാണ്. ആ പ്രകാശം എന്നിലേക്ക് വരികയും എന്നോട് ഒരു സ്വരം സംസാരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, നീ എന്നെ മഹത്വപ്പെടുത്തുക, നീ എന്നെ മഹത്വപ്പെടുത്തുക. ഞാനതിന് വിസമ്മതിച്ച്, ഇതെനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നതാണോ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതാണോ എന്താണെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ അടുത്തൊരു സ്വരം കേൾക്കുകയാണ്, നീ എന്നെ മഹത്വപ്പെടുത്തരുത്, നീ അവനെ മഹത്വപ്പെടുത്തരുത്, നീ അവനെ മഹത്വപ്പെടുത്തരുത് എന്നൊരു സ്വരവും, നീ എന്നെ മഹത്വപ്പെടുത്തുക എന്ന ഒരു സ്വരവും. അപ്പൊ 2 സ്വരം എന്നിൽ മുഴങ്ങുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ 19 വയസ്സ് വരെ എന്നെ ഭരിച്ചിരുന്നത് എൻ്റെ ദൈവമായിരുന്നില്ല, ഒരു ലോകാരൂപിയായിരുന്നു. അശുദ്ധിയുടെ, അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, വിദ്വേഷത്തിൻ്റെ, അലസതയുടെ, അനുസരണക്കേടിൻ്റെ ഒരു അരൂപിയായിരുന്നു. എന്നാൽ അന്ന് ആ ആരാധനയിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു അറിവുമില്ല, നിനക്കെന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഞാൻ, എൻ്റെ മരണം വരെ ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളാം. ആ സമയത്ത് ആ ദിവ്യകാരുണ്യ ശക്തി എൻ്റെ മേൽ വരികയും ഞാൻ നിലം പതിക്കുകയും ആ നിലം പതിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ തോന്നി, ഞാൻ പോയ വഴികൾ, ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം മോശമായിരുന്നത്. നീ ഒരു തീരുമാനമെടുത്തു, എൻ്റെ പഴയ പാപത്തിൽ നിന്ന് പുറത്തു വരണം. വല്ലപ്പോഴുമൊക്കെ ചീട്ട് കളിക്കുന്ന സ്വഭാവം, വല്ലപ്പോഴുമൊക്കെ മദ്യപിക്കുന്ന സ്വഭാവം, വല്ലപ്പോഴുമൊക്കെ പുകവലിക്കുന്ന ഒരു ശീലം, അതിൽ നിന്ന് പുറത്തു വരാൻ ഈശോ അനുവദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോട്ട ആശ്രമത്തിലെ ഒരു 40 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. 40 ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച്. അന്ന് ബഹുമാനപ്പെട്ട ആൻ്റണി തൈക്കാണെന്ന അച്ഛനാണ് പോട്ടയിലെ ഡയറക്ടർ അച്ഛനായിട്ടിരിക്കുന്നത്. അച്ഛനെ സഹായിക്കുവാൻ ഇമ്മാനുവൽ ഐക്യമറ്റോ അച്ഛനുമുണ്ട്. അപ്പം അവിടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു ജപമാല, പകൽ സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉപവസിക്കുവാനായിട്ട് 5 പേരാണുള്ളത്. ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കും. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം പ്രാർത്ഥനയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി എനിക്കൊരു മരിയൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മ വ്യക്തിപരമായി എന്നോട് സംസാരിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്തത്. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 8 കൊല്ലം 8ാം ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിൽ 4 വർഷം തോറ്റുപോയി. തോൽവികളുടെ ആത്മഭാരം പേറി നിരാശനായി, ആകുലനായി, അസ്വസ്ഥനായി ജീവിക്കുന്ന എനിക്ക് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ കരുണയിൽ ജ്ഞാനം തരികയും എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിലെ മണിക്കൂറുകൾ
ദൈവവചന വായന, മധ്യസ്ഥ പ്രാർത്ഥനകൾ, കൊച്ചു കൊച്ചു കൂട്ടായ്മകളിലേക്കൊക്കെ പോയി ദൈവവചനം പങ്കുവച്ചും ധ്യാനങ്ങൾ കൂടിയും പിന്നെ ജീസസ് യൂത്തിൻ്റെ ശുശ്രൂഷ മേഖലയിലൂടെ കടന്നു വരികയും ദൈവ ശുശ്രൂഷകളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ 25 വർഷം കർത്താവിൻ്റെ കരുണയിൽ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേകം രോഗികൾ സൗഖ്യപ്പെടുന്നതും പാപികൾ മാനസാന്തരപ്പെടുന്നതും തകർന്നവർ ബലപ്പെടുന്നതും ദുഃഖിതർ ആശ്വാസം കണ്ടെത്തുന്നതും എൻ്റെ കണ്ണാൽ യേശുവിൻ്റെ കൃപയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. തളർന്ന കാലുകൾ ബലപ്പെടുന്ന സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും പഞ്ചാബിലെ ഞങ്ങളൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞുമായിട്ട് ഒരമ്മ വരികയാണ്. ആ കുഞ്ഞ് ജന്മന ഫിക്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് വളരെ ബലമില്ലാത്തൊരു കുഞ്ഞാണ്. എൻ്റെ അമ്മയ്ക്കും വളരെ ബലമില്ലാത്തൊരമ്മയാണ്. അപ്പോൾ ഈ കുഞ്ഞും അമ്മയും വരുന്നതിന് 2 ദിവസം മുമ്പ് യേശു പറഞ്ഞു, ഈ ബൈബിളിലെ സൗഖ്യപ്പെടുത്തുന്ന വചനങ്ങൾ കുറിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വചനങ്ങളെല്ലാം കുറിച്ചെടുത്ത് വെച്ചു. ഈ അമ്മയും കുഞ്ഞും വന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നീ കുറിച്ചെടുത്ത സൗഖ്യവചനങ്ങൾ ഈ കുഞ്ഞിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അവിടെ പ്രാർത്ഥിച്ചു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ സൗഖ്യത്തിൻ്റെ വചനങ്ങൾ ആ കുഞ്ഞിലേക്ക് കടന്നു വരുന്നത് ഇപ്രകാരമായിരുന്നു. ആ കുഞ്ഞിന് ഫിക്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്നാൽ ആ കുഞ്ഞിന് മറ്റൊരു കുറവുകൂടുണ്ട്. ആ കുഞ്ഞിന് ഒരു കാലിന് നീളക്കുറവായിരുന്നു. അതിന് മുമ്പോ അതിനുശേഷമോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകുമെന്നും എനിക്കറിയത്തില്ലായിരുന്നു. യേശു പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. യേശുവിന് ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം. യേശുവിൽ ആശ്രയിച്ച് ആ കാലുകളിൽ കൈവച്ച് ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ട ആദ്യത്തെ മറക്കളാണ്. മുടന്തുള്ള കുറുകിയ കാല് സൗഖ്യപ്പെട്ട് ആ കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നത് പോലെ നടന്നുപോയി. യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ വായിക്കുന്ന വചനം, നിങ്ങൾ എന്നേക്കാൾ എത്രയോ കഴിവുള്ളവരാ, എന്നേക്കാൾ എത്രയോ അറിവുള്ളവരാ, എന്നേക്കാൾ എത്രയോ ബലമുള്ളവരാ, എന്നേക്കാൾ എത്രയോ പഠിപ്പുള്ളവരാ, നിങ്ങൾ ആരുമാകട്ടെ, നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൂടെ നമുക്കൊരു പ്രചോദനം കിട്ടിയാൽ തീർച്ചയായും നമ്മൾ ബൈബിൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ അകം മാറ്റാൻ സാധിക്കും, പുറം മാറ്റാൻ സാധിക്കും. ദൈവവചനത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാൻ സാധിക്കും, നമ്മളെ ബലപ്പെടുത്താൻ സാധിക്കും, നമ്മുടെ മുറിവുണക്കാൻ സാധിക്കും, നമ്മുടെ കുറവ് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത എനിക്ക് മാതാവ് വചനം വായിക്കാൻ കൃപ തന്നെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ട്, ജ്ഞാനമുണ്ട്. നിങ്ങൾ വായിച്ചു തുടങ്ങുക, വചനമെടുക്കുക. എല്ലാ ദിവസവും 1, 2, 3 വചനങ്ങൾ വായിച്ച് ആ വചനം നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉണരാം, ഒരുങ്ങാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. തീർച്ചയായും ഈ ശുശ്രൂഷ നിങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു ഭാരം, ഒരു പ്രലോഭനം, ഒരു വിഷാദം, ഒരു തളർച്ച, ഒരു മടുപ്പ്, ഒരു ഏകാന്തത, ഒരു അജ്ഞത, ഒരു അറിവില്ലായ്മ, ഒരു ദുശ്ശീലം ഉണ്ടെങ്കിൽ ഈ വചനം നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിന് പറ്റും, നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റും, നമ്മളെ അഭിഷേകം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. 2000-ൽ എന്നെ തൊട്ട കർത്താവിന് നിങ്ങളെയും തൊടാൻ സാധിക്കും. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ലൂക്ക 1:37 അഭിഷേകം എല്ലാവരുടെ മേലും നിറയട്ടെ. ആമേൻ.